തച്ചടി പ്രഭാകരൻ സ്മാരക റൂറൽ ക്രെഡിറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ അത്യാധുനിക സജ്ജീകരണങ്ങളോട് കൂടിയ പുതിയ ഓഫീസ് മന്ദിരത്തിന്റെ ഉദ്ഘാടനം നടന്നു. കെ.സി. വേണുഗോപാൽ എം.പി ഉദ്ഘാടനം നിർവഹിച്ചു. കായംകുളം നിയോജക മണ്ഡലം മുഴുവൻ പ്രവർത്തന പരിധിയുള്ള തച്ചടി പ്രഭാകരൻ സ്മാരക റൂറൽ ക്രെഡിറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ആധുനിക സജ്ജീകരണങ്ങളോടുകൂടിയ പുതിയ ഓഫീസ് കായംകുളം കുറ്റിത്തെരുവ് ജംഗ്ഷന് സമീപം കോലേക്കുളങ്ങര ടവറിൽ പ്രവർത്തനം ആരംഭിച്ചു. ഓഫീസ് മന്ദിരത്തിന്റെ ഉദ്ഘാടനം കെ.സി. വേണുഗോപാൽ എം.പി നിർവഹിച്ചു. ശക്തമായിട്ടുള്ള വ്യക്തിമുദ്ര പതിപ്പിച്ച അധികാരനായ സഹകാരിയായിരുന്നു തച്ചടി സാർ എന്ന് നമുക്കെല്ലാവർക്കും അഭിമാനപൂർവ്വം ഓർമ്മിക്കാറുണ്ട്. നേരത്തെ ഇവിടെ സ്വാഗത പ്രസംഗം സൂചിപ്പിച്ചതുപോലെ നമ്മുടെ നാട്ടിൽ തലയുയർത്തി നിൽക്കുന്ന സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്കിൻ്റെ കെട്ടിടം തിരുവനന്തപുരത്തായാലും ആലപ്പുഴ സ്പിന്നിംഗ് മില്ലിൻ്റെ കെട്ടിടമായാലും അതുപോലുള്ള നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങളുടെ സഹകരണ മേഖലയിൽ നമുക്ക് കാണാൻ സാധിക്കും. നമുക്കൊരു സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആശ്രയിക്കാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ബാങ്കിങ് മേഖലയാണ് കോഓപ്പറേറ്റീവ് സെക്ടറിൻ്റെ. നമ്മുടെ ബാങ്ക് ദേശവൽക്കരണത്തിലൂടെ നാഷണലൈസ്ഡ് ബാങ്കുകളെയെല്ലാം ഉണ്ടാക്കപ്പെട്ടു എങ്കിലും ഈ കൺസെപ്റ്റോടുകൂടി, പക്ഷേ സാധാരണക്കാരുടെ നിത്യനിദാന ആവശ്യങ്ങൾക്ക് വായ്പ എടുക്കാനും അതുപോലെ അവൻ്റെ കാര്യങ്ങൾക്ക് ഡിപ്പോസിറ്റ് ചെയ്യാനും ഒക്കെ പറ്റുന്നൊരു സ്ഥാപനമായിട്ട് നമ്മളെല്ലാ നാട്ടുകാരും കാണുന്നത് സഹകരണ പ്രസ്ഥാനത്തെയാണ്. അത് തച്ചടിയെ പോലുള്ള അധികാരമായിട്ടുള്ള മറ്റു പലരും ആ മേഖലയിലുണ്ട്. എനിക്ക് അഭിമാനത്തോടെ പറയാൻ പറ്റും, കോൺഗ്രസ് പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാരെല്ലാം സഹകരണ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് അതിൽ ശക്തമായ വേരോട്ടം പ്രവർത്തിച്ചുകൊണ്ട് വലിയ രീതിയിൽ മുന്നോട്ട് പോയ ആളുകളാണ്. വർഷങ്ങളായി മുടക്കി കിടന്ന വെള്ളത്തുരുത്തി പാലമൊക്കെ അദ്ദേഹം ധനകാര്യമന്ത്രിയായിരുന്നപ്പോൾ ഉരുക്കഴിച്ച് പൂർത്തീകരിക്കാൻ സാധിച്ചു. അങ്ങനെ നിശ്ചയദാർഢ്യമുള്ള ഒരു കാര്യം ചെയ്യണമെന്ന് തീരുമാനിച്ചാൽ അതിനുള്ള ചങ്കുറപ്പുള്ള പ്രഗത്ഭനായിട്ടുള്ള നേതാവാണ് തച്ചടി എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. കായംകുളത്തിൻ്റെ ഭൂമികയിൽ അദ്ദേഹം 3 പ്രാവശ്യം വിജയിച്ച് MLA ആയി സ്വകാര്യമന്ത്രിയായി നമ്മുടെ കുറേ സഹപ്രവർത്തകരെല്ലാം കൂടി ഒരു റൂറൽ ക്രെഡിറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു. സഹകരണ പ്രസ്ഥാനത്തിൻ്റെ ക്രെഡിബിലിറ്റിയിലാണ് ജനങ്ങൾക്ക് വിശ്വാസം ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഇപ്പോൾ ഒറ്റപ്പെട്ട ചില ആക്ഷേപങ്ങളൊക്കെ എല്ലായിടത്തൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന സഹകരണ മേഖലയിലും ഞാനതിനെ ഇല്ലാതെ കാണുന്നില്ല. സഹകരണ മേഖലയുടെ നിലനിൽപ്പ്, അത് ഏത് ബാങ്കിങ് സെക്ടറിൻ്റെ ആയ നിലനിൽപ്പ് ജനങ്ങൾക്ക് ആ പ്രസ്ഥാനത്തിനുള്ള വിശ്വാസ്യതയാണ്. അതുകൊണ്ട് ആ വിശ്വാസം നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ നമ്മളെല്ലാവരും പരമാവധി പരിശ്രമിക്കണമെന്നുള്ളതാണ് എനിക്ക് ഇവിടെ സൂചിപ്പിക്കാനായിട്ടുള്ളത്. ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നൊരു പ്രസ്ഥാനമാണ് ഇത്. അവരുടെ ഒരിടപാട് സ്ഥാപനമാണ് ഇത്. ചിന്തയോടുകൂടി അതുപോലുള്ള കാര്യങ്ങളും കൃത്യമായി ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോയാൽ ഇതുപോലെ പാവങ്ങളെ സഹായിക്കാൻ പറ്റുന്ന മറ്റൊരു മേഖല വേറെ ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. സംഘം പ്രസിഡന്റ് കെ.ആർ. ഷൈജു അധ്യക്ഷനായി. വൈസ് പ്രസിഡന്റ് ഡി. രാജു സ്വാഗതം പറഞ്ഞു. ചീഫ് പ്രൊമോട്ടർ കറ്റാനം ഷാജി ആമുഖ പ്രഭാഷണം നടത്തി. AICC അംഗം അഡ്വക്കേറ്റ് ജോൺസൺ എബ്രഹാം ആദ്യ നിക്ഷേപം സ്വീകരിച്ചു. KPCC സെക്രട്ടറി N. രവി ചികിത്സാ സഹായ വിതരണം നിർവഹിച്ചു. കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഹരി കോട്ടിരേത്ത്, DCC ജനറൽ സെക്രട്ടറി അവിനാശ് ഗംഗൻ, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ചെറുപ്പുറത്ത് മുരളി, നഗരസഭാ കൗൺസിലർ ബിജു നസറുള്ള, പാലമറ്റത്ത് വിജയകുമാർ, സൽമാൻ പൊന്നേറ്റിൽ, S. നന്ദകുമാർ, മേരി PT, ശാലിനി S, G. മോഹനൻപിള്ള, ശരത് കുമാർ S, PK മസൂദ്, ബിന്ദു ജയൻ തുടങ്ങിയവർ സംസാരിച്ചു. CDNet ന്യൂസ് കായംകുളം.